അമ്മമാരോട് എന്തെങ്കിലും സ്നേഹമുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ അമ്മമാരെ പറ്റി ഇങ്ങനെ സംസാരിക്കില്ല. അവർ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഞാൻ എന്തൊരു ആണ്. ഇപ്പോൾ എൻ്റെ സിനിമ കുമ്മാട്ടിക്കളിയുടെ ഐ വിൽ ബി വെരി ഓണസ്റ്റ്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അതൊരു ഓവറോൾ നല്ല ക്യാൻവസും അല്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഒന്നും കൂടെ ആലോചിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പാപ്പനിൽ ഗോകുൽ സുരേഷിനെ വിളിച്ചത് സുരേഷ് ഗോപിയുടെ മകനായിട്ടല്ല, എന്നെ JSKയിൽ വിളിച്ചത് പ്യോർലി സുരേഷ് ഗോപിയുടെ മകനായിട്ടായിരുന്നു. എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത സിനിമ അതല്ലായിരുന്നു. സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഒരു കഥയായിരിക്കും, ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും വേറൊരു കഥയാവും. ആ നെപ്പോ കിഡ്സിന് ആ ആക്സസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. പക്ഷേ എന്നും പബ്ലിക് കയ്യിൽ അവർ കാണും. ദേ വെയിറ്റിംഗ് ഈ നെപ്പോ കിഡ്സ് ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ, അവരെ അടിച്ചമർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയേണ്ട ഒരു പേരും കൂടെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു സിനിമ കണ്ട ഒരു ആക്ടറിൻ്റെ ഫാൻ ആവുന്നത്. ഐ തിങ്ക് എൻ്റെ ജനറേഷനിലുള്ള പലരും ഇതായിരിക്കും പറയുന്നത്, ദിലീപ് അങ്കിൾ. CID മൂസ ഇസ് പ്രോബ്ലി സ്റ്റിൽ ഇസ് എൻ്റെ ഫേവറേറ്റ് മൂവി ഇസ് ഭരത്ചന്ദ്രൻ ഫോർ വെരി പേഴ്സണൽ റീസൺസ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള സിനിമ CID മൂസയാണ്. ദിലീപ് അങ്കിൾ വാസ് പ്രോബ്ലി എവറിബഡി, എല്ലാ പിള്ളേരുടെയും ഫേവറേറ്റ് ആക്ടർ ദിലീപ് അങ്കിൾ ആയിരുന്നു തോന്നുന്നു ഒരു കാലഘട്ടത്ത്. ആൻഡ് ഐ തിങ്ക് ഹി ഡിഡ് 34 ഹിറ്റ്സ് ബാക്ക് ടു ബാക്ക് അല്ലേ? അതെ, 34 ഹിറ്റ്. ക്ലോസസ്റ്റ് സെക്കൻഡ് വരുന്നത് ആരാന്ന് എനിക്ക് അറിയത്തില്ല. 12 ഹിറ്റ് അടുപ്പിച്ചു കൊടുത്ത ആളാണ് മീശ മദനടക്കമുള്ള അന്നത്തെ ഏറ്റവും ഹിറ്റ് കൊടുത്ത സിനിമകളിൽ. ഇവരൊക്കെ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ പ്രചോദനം നൽകി നിൽക്കുകയാണ് അല്ലേ? ഐ ഫീൽ ലൈക്ക് എനിക്ക് എങ്ങനെയും ഒരു അഡ്വൈസിന് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു നല്ല വാക്ക് പറയാനോ ഐ ക്യാൻ ഗോ ടു ദം. അതും ഈ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് ഓരോരോ ഫേസിൽ റൂൾ ചെയ്ത ആൾക്കാർ ആസ് ആക്ടേഴ്സ്. That's something, that's a privilege I got only because I'm Suresh Gopi's son. That's where nepotism helps me there. And also എൻ്റെ ഫസ്റ്റ് സിനിമ കിട്ടാൻ, അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിനിമ കുമ്മാട്ടിക്കളിയുടെ ഐ വിൽ ബി വെരി ഓണസ്റ്റ്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അതൊരു ഓവറോൾ നല്ല ക്യാൻവസും അല്ലായിരുന്നു. ബട്ട് അത് കാരണം വരുന്ന ട്രോൾസിൽ കേൾക്കുന്നത് വേറെ ആരുമല്ല, ഞാൻ മാത്രമാണ്. നീ നിർത്തിയിട്ട് പോ പണി, നിനക്കിത് പറ്റത്തില്ല. ദാറ്റ്സ് ഓൾ ഫൈൻ. എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ശ്രമിച്ച് തെളിഞ്ഞ് എനിക്കത് പറ്റത്തില്ല എന്ന് തെളിയുമ്പോൾ ഞാൻ പൊയ്ക്കോളാം. അതിനി അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. ദാറ്റ്സ് മൈ. അല്ല, കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് പിന്നെ മാധവനെ സമ്മതിക്കുന്നത് ഞാൻ അത്ര നന്നായില്ല. പക്ഷെ ആ സിനിമ അതായിരുന്നു അരങ്ങേറ്റ ചിത്രം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലെങ്കിൽ ഇപ്പോഴെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. അത് അങ്ങനെ ഐ ഡിഡ് ഇറ്റ്. എനിക്കിനി പോയി മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് ഞാൻ ഒന്നും കൂടെ ആലോചിച്ചാൽ മതിയായിരുന്നു. പക്ഷേ I don't want to speak too much about the truth. എൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്ത സിനിമ അതല്ലായിരുന്നു. That happens. എനിക്ക് മാത്രമല്ല ഇത് ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാലത്തും എല്ലാ താരങ്ങൾക്കും സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഒരു കഥയായിരിക്കും, ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും വേറൊരു കഥയാവും. അതേപോലെ സ്ക്രിപ്റ്റ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഇന്ന എമൗണ്ടിന് ഇന്ന ക്യാൻവസിൽ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഷൂട്ട് തീരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ അതിൻ്റെ പകുതി പോലും വന്ന് കാണത്തില്ല. അതുകൊണ്ട് ഒരു നിരാശയുണ്ട് ആ പടത്തിൽ, ആ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഒരു. അല്ല, എനിക്ക് ഐ ബിലീവ് ഇൻ ഗുഡ് സിനിമ. ഇത് ഞാൻ ഉള്ളതുകൊണ്ടെന്നല്ല. ഇങ്ങനെ ഇത്രയും വേറൊരു പ്രൊഡ്യൂസറിൻ്റെ പൈസയാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന പൈസ നമ്മളെടുത്ത് ഒരു സിനിമയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ ആ സിനിമ കാണാൻ വരുന്നവർ അവരുടെ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത പൈസ കൊണ്ട് കാണാൻ വരുന്നത്. അപ്പം നമ്മുടെ രണ്ട് സൈഡിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പൈസ തന്നവന് ഒരു റിട്ടേൺ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, ഈ പൈസ കൊടുത്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് കാണാൻ പോകുന്നവർക്ക് അവരൊരു നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊടുക്കാൻ, അത് ആ സിനിമയിൽ നടന്നിട്ടില്ല. ഐ എം അപ്സെറ്റ് വിത്ത് ദാറ്റ് മോർ ദൻ എനിത്തിങ്. പക്ഷേ ലൈക്ക് ഐ സെഡ്, നോ റിഗ്രറ്റ്സ്. എനിക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമ. അംഗമട്ടഹാസം എന്ന് പറയുന്ന സുജിത്തിൻ്റെ പടം ഒരു വ്യത്യസ്തമായ സിനിമയാണോ? ഞാൻ 3 സിനിമയിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ സിനിമയാണ്. പെർഫോമൻസ് ലെവലിൽ ഐ എം സ്റ്റിൽ ലേണിംഗ് എവറി ഡേ. ഐ എം നോട്ട് എൻ എസ്റ്റീംഡ് ആക്ടർ യെറ്റ്. ഐ പ്രോബ്ലി വോണ്ട് ബി ഫോർ എ ലോങ് വൈൽ. ഐ ടേക്ക് ടൈം ലൈക്ക് എവറിബഡി എൽസ് ഡിഡ്. പക്ഷേ ഒരു ഫിസിക്കൽ എഫേർട്ട്, ഞാനൊരു 2-3 തവണ ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി. എനിക്കൊരു പെർമനൻറ്റ് സ്കാർ എൻ്റെ തലയിലും കിട്ടിയിട്ടുണ്ട് ഈ സിനിമയുടെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഫൈറ്റ് സീൻ്റെ ഇടയ്ക്ക് ഒരു മിസ്കാൽക്കുലേഷൻ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില സാക്രിഫൈസസ്, ചില സ്ട്രഗിൾസ് ഉണ്ടായത് ഫൈറ്റിനിടയിലായിരുന്നു. അത്. അപ്പം ഇപ്പോൾ എങ്ങനെയുണ്ട്? അതിൻ്റെ ഒരു ബംപ് പോലെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു വെട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റിയതാണത്? ഒരു വുഡൻ ഈ പ്രോപ്പ് നൈഫ് അല്ലേ, അതിൻ്റെ അറ്റം ഷാർപ്പായിരുന്നു. ഇപ്പോൾ ഒരു ഫൈറ്റിൽ
ബ്ലോക്ക് ചെയ്യുന്ന ആംഗിളിലല്ല വന്ന. ഇത് സൈഡിൽ നിന്ന് വരേണ്ട കത്തി മുകളിൽ നിന്ന് വന്നു. ആൻഡ് മഴയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൈ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഗ്രിപ്പ് കിട്ടിയില്ല. അപ്പം നേരെ വന്ന് ഇവിടെ കുത്തിയത്. കൈയല്ല ആ സമയത്ത് എല്ലാവരും ഒന്ന് ചുറ്റുമുള്ള എല്ലാവരും ഷോക്ക്ഡായി. പക്ഷെ ഞാൻ അവിടെ ഷോക്ക്ഡായി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തതെന്ന്, എങ്ങനെ റിയാക്ട് ചെയ്തതെന്ന്. കാര്യം കൺസിഡറിങ് മീ, അവർ മാധവ് സുരേഷ് മാത്രമായിട്ട് അവിടെ കാണത്തില്ല, സുരേഷ് ഗോപിയുടെ മകനായിട്ട് കാണും. ആ ഒരു പോയിന്റിൽ അച്ഛൻ്റെ ഇനി എന്തെങ്കിലും കേൾക്കും. അച്ഛനങ്ങനെ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്ത് പറയത്തില്ല. ബിക്കോസ് ഇതിൻ്റെ അപ്പുറത്തെ ആക്സിഡൻസ് അച്ഛനുണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്താണ് ഞാനും പോയി നിന്ന് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാവും. ഞാനവിടെ വണ്ടി എടുത്തു, ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ഇത് റാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ആ ദിവസത്തെ ഷൂട്ട് മുടങ്ങി. സുജിത്തേട്ടനാണെങ്കിലും ഒരുപാട് ഐ വിഷ് ദ ബെസ്റ്റ് ഫോർ ഹിം എന്നെനിക്ക് പറയാം. ഐ ഹോപ്പ് ദ സിനിമ ഡസ് വെൽ ഫോർ ഹിം. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും എഫേർട്ട് ഇടുന്നതാണ്. പക്ഷേ ഉറക്കവും ആരോഗ്യവും എല്ലാം കഴിഞ്ഞ് വരെ എഫേർട്ട് ഇടുന്ന ഒരു സ്റ്റേജിലോട്ട് പോയൊരു സിനിമയാണ് ഈ അങ്കമട്ടഹാസം. സോ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നു, ഷൈൻ ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, മക്ബൂലിക്ക, അലൻസിറേട്ടൻ. ഷൈനുമായിട്ടുള്ളൊരു സൗഹൃദം അവിടെ എന്തായാലും നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല. എനിക്ക് ഷൈൻ ചേട്ടനെ അതിന് മുന്നേ തന്നെ അറിയാവുന്നതാണ്. നമ്മൾ പുറത്ത് കേൾക്കുന്ന അത്രയും കുഴപ്പക്കാരനാണോ ഷൈൻ? ഞാൻ പറയുന്നില്ല, ആരാണ് ഈ കുഴപ്പക്കാരനായിട്ട് പ്രസന്റ് ചെയ്യുന്നത്? അതെ, ഷൈൻ ചേട്ടൻ കുറച്ച് the words you could use is immature or eccentric. പക്ഷേ ഈ എക്സെൻട്രിക് നേച്ചർ കാരണം ആരെയും പോയി ദ്രോഹിക്കുന്ന ഒരാളും അല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഒന്ന് ദ്രോഹിച്ചിട്ടുണ്ടെന്ന്? ഇല്ല. ബിക്കോസ് അങ്ങനെ അല്ല, കുറച്ച് പ്ലേഫുള്ളാണ്. വളരെ സിമ്പിളായിട്ട് ഐ തിങ്ക് ഞാൻ ഇത് കേട്ടതാ. ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛൻ ഈ സ്നാക്സ് എപ്പോഴും കൊണ്ടു നടക്കും. ആൻഡ് പെരുങ്കളിയാട്ടത്തിൻ്റെ സെറ്റിൽ ഈ സ്നാക്സ് വന്ന് ഇടയ്ക്ക് മുക്കിയിട്ട് പോകുമായിരുന്നു, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് പ്ലേ, കുറച്ച് ചൈൽഡിഷ് ആയിരിക്കും. സോ ഇതൊന്നും ഒരു മോശം കാര്യമല്ല, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഇതിനെ ഈ ഒരു എക്സെൻട്രിക് നേച്ചർ ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്ത് വേറെ പല ആക്യുസേഷൻസ് ഉണ്ടാക്കാനും ആരോപണങ്ങൾ ഉണ്ടാക്കാനും കുറച്ചുകൂടി ഈസിയർ ആവും. ഇങ്ങനത്തെ ഒരാളാകുമ്പോഴത്തേക്കും കുറച്ച് ഇളക്കമുള്ള രീതിയിൽ തോന്നുമ്പോഴത്തേക്കും കൂടുതൽ കുറ്റം പറയാനും കൂടുതൽ അനാവശ്യമായ വൃത്തികേടായ ആരോപണങ്ങൾ വരെ പറയാൻ ആർക്കും ഒരു മടി കാണത്തില്ല. അതിനിരയായി പോയ ഒരാളാണ് ഷൈൻ ചേട്ടൻ. പേഴ്സണലി നല്ല സൗഹൃദം ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ സെറ്റിൽ ഞാൻ ഈ ഒരു സെറ്റിൽ നിന്ന് മാത്രമല്ല, പെരുങ്കളിയാട്ടത്തിൻ്റെ സെറ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ള അച്ഛൻ പറഞ്ഞു. ഈ ഒരു പ്ലേഫുൾ നേച്ചറുണ്ട്, പക്ഷേ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് ഒരു മിസ്റ്റേക്ക് ഇല്ല. 0 മിസ്റ്റേക്സ്. ആൻഡ് ഇറ്റ്സ് സോ റയർ. അട്ടഹാസത്തിൻ്റെ സെറ്റിൽ ഞാൻ ആ പ്രതീക്ഷ കൊണ്ടാ പോയത്. ഇതൊരു ആക്ഷൻ പടമല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമല്ലോ. അവിടെ പോലും മിസ്റ്റേക്ക് ഇല്ല. ഡയറക്ടർ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അപ്പുറത്തെ പെർഫോമൻസും ഡെലിവറിയും. ആൻഡ് വയ്യാതിരുന്ന സമയത്തൊക്കെ ട്രാവൽ ചെയ്ത് ബിറ്റ്വീൻ സെറ്റ്സ്. ഹീസ് ഓൾസോ വർക്കിംഗ് ഇൻ അതർ മൂവീസ്. ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നു, തമിഴ്നാട് നിന്നൊക്കെ വരുന്ന സമയത്ത്. ആൻഡ് രാത്രി ട്രാവൽ ചെയ്തെത്തും, ആ അടുത്ത രാവിലെ ഷൂട്ട് ജോയിൻ ചെയ്യും. നമ്മൾ രാത്രി വരെ 2 ഷെഡ്യൂൾ അടുപ്പിച്ച് നമ്മൾ പോകും. 2 ഷൂട്ടിംഗ് ഷെഡ്യൂൾസ്, റൈറ്റ്. അവേഴ്സ് രാത്രി പോകുന്നതും രാത്രി 3-4 മണിയും വരെ വർക്ക് ചെയ്തിട്ട് ഒരു പരാതി ഇല്ലാതെ വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഹോട്ടലിൽ പോകും. അടുത്തൊരു ആക്സിഡന്റ് ഉണ്ടായി, വിളിക്കാൻ പറ്റിയോ? സംസാരിക്കാൻ പറ്റും. ഞാൻ ഡെത്ത് ഇസ് സംതിങ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് വെൽ. എനിക്ക് എന്നെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാളിങ്ങനെ ഉണ്ടാകുമ്പോൾ വിളിച്ചിട്ട് എന്താ കാര്യം? പോയവർ തിരിച്ച് വരത്തില്ല. നമുക്കവരെ സമാധാനിപ്പിക്കാൻ പറ്റും, പക്ഷേ എത്രത്തോളം സമാധാനിപ്പിക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഐ ടുക്ക് മൈ ടൈം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു ഷൈൻ ചേട്ടൻ്റെ സർജറി കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത്. എനിക്ക് അങ്കിളിനെയും ആൻറ്റിയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നത്. സോ ഇറ്റ് വാസ് ക്വൈറ്റ് അപ്സെറ്റിംഗ്. I do wish the family the best. I hope they can move on from this. And ഷൈൻ ചേട്ടൻ in particular, സൂത്രവാക്യം എന്നൊരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഡൂയിങ് ക്വൈറ്റ് വെൽ ഇൻ തിയേറ്റേഴ്സ്. സോ ഐ എം ഹാപ്പി ഫോർ ഹിം ഇൻ ദാറ്റ് സെൻസ്. പക്ഷേ ഒരു അച്ഛനെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഐ ഡോണ്ട് എവർ വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ്. ആൻഡ് ഐ ഡോണ്ട് വിഷ് ദാറ്റ് അപ്പോൺ എനിവൺ എൽസ് ആസ് വെൽ. അച്ഛനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതുപോലെ തന്നെ ചേട്ടനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയിരിക്കുന്നു വല എന്ന് പറയുന്ന പടത്തിൽ. അതൊരു ചേട്ടനോടൊപ്പം അഭിനയിക്കാനും പറ്റിയതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. എൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് എപ്പോഴും നിൽക്കുന്നത്. തുടങ്ങി ഒന്ന് നമ്മൾ വർക്കിംഗ് എ ലിറ്റിൽ മോർ ഓൺ ദ സ്ക്രിപ്റ്റ്. സ്കെയിൽ ഒന്ന് ചെറുതായിട്ട് മുകളിലോട്ട് പോയി. സോ we're just looking at how we're going to work that out. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിൽ അച്ഛനെക്കാട്ടിലും അച്ഛൻ അങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റ് സെഷൻസിൽ കൂടെ ഇരിക്കുന്നതും ഞാൻ ഒരു ഡൗട്ട് ഫസ്റ്റ് ചോദിച്ചു പോകുന്നത് എൻ്റെ ചേട്ടൻ്റെ അടുത്താണ്. സോ ഇഫ് എനിത്തിങ് എനിക്ക് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തതിനെക്കാട്ടിലും കൂടുതലൊരു സ്പെഷ്യൽ മൂമെൻറ്റ് എൻ്റെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഹീസ് ബിൻ ത്രൂ മൈ ഹോൾ ജേർണി ആൻഡ് ഐ ഹവ് സീൻ ഹിസ് ഹോൾ ജേർണി. എൻ്റെ ചേട്ടൻ്റെ തുടക്കം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് മോർ സ്പെഷ്യൽ ഫോർ മീ ഇൻ എവറി വേ. അച്ഛന് പറയാം, അമ്മയ്ക്ക് പറയാം. ഞാൻ നേരിട്ടത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്.
ഐ കാൺ വെയിറ്റ് ഫോർ വല ടു സ്റ്റാർട്ട്. പിന്നെ വലയിൽ അത് മാത്രമല്ല, ജഗതി സാർ നമ്മളെല്ലാവരെയും കോരി തെരിപ്പിച്ചിട്ടുള്ള പെർഫോമൻസും ആസ്വദിപ്പിച്ചിട്ടുള്ളതും ചിരിപ്പിച്ചിട്ടുള്ളതും കരയിപ്പിച്ചിട്ടുള്ള എല്ലാം ചെയ്തിട്ടുള്ള ഒരു പെർഫോമറാണ് ജഗതി സാർ. ജഗതി സാറിൻ്റെ ഇങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു ഫുൾ ഫ്ലഡ്ജ് റോളിൽ ആദ്യമായിട്ട് റിട്ടേൺ ചെയ്യുക. CBI 5 ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഫുൾ റോളിൽ ആദ്യമായിട്ട് വരുന്നതിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഇറ്റ്സ് എ വെരി പ്രൗഡ് മൂമെൻറ്റ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി ആസ് വെൽ. Our unique blend of authentic healing therapies offers a transformative journey. Rejuvenate your body, calm your mind, and immerse in pure wellness. ഈ ചേട്ടൻ എന്ന് കാര്യം പറഞ്ഞപ്പോൾ ചേട്ടനാണോ ഏറ്റവും ചേച്ചിമാരിലും ഭയങ്കര ഇഷ്ടമുള്ളത് ചേട്ടനോടാണോ? ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ ചേട്ടൻ തന്നെ. സോ എങ്ങനെയാണ് ചേട്ടനോട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ത്? ഈ പറഞ്ഞ പോലെ ഐ ഹവ് സീൻ ഹിസ് സ്ട്രഗിൾസ് ആൻഡ് ഐ ഹവ് സീൻ ഹൗ ഈസ് ഫോട്ട് ത്രൂ ദം. എൻ്റെ ചേട്ടൻ അച്ഛൻ്റെ പേര് കൊണ്ട് ഫസ്റ്റ് സിനിമ കിട്ടിയ ആളാണ്. അതിനുശേഷം ഇൻഡസ്ട്രി ചോദിച്ചാലും അറിയാം, ആരുടെ ചോദിച്ചാലും അറിയാം, ഹീസ് ഗോട്ട് നോ ഹെൽപ്പ് ഫ്രം അച്ഛൻ ഇൻ ടേംസ് ഓഫ് ബിൽഡിംഗ് ഹിംസെൽഫ് ആസ് എൻ ആക്ടർ. ഒരു നടനായിട്ടും ഒരു സെലിബ്രിറ്റി ആയിട്ടും ഒരു റോൾ കിട്ടുന്നതിൽ പോലെയാണെങ്കിലും അച്ഛൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ആൻഡ് ദ പ്രൗഡസ്റ്റ് മൂമെൻറ്റ് ഫോർ മീ ഓവർ ദർ ഇസ് പാപ്പനിൽ ഗോകുൽ സുരേഷിനെ വിളിച്ചത് സുരേഷ് ഗോപിയുടെ മകനായിട്ടല്ല, എന്നെ JSKയിൽ വിളിച്ചത് പ്യോർലി സുരേഷ് ഗോപിയുടെ മകനായിട്ടായിരിക്കും. പാപ്പനിൽ 100% ഗോകുൽ സുരേഷ് ദി ആക്ടർ വാസ് ഹയർഡ്. That's probably one of the proudest moments for me in his career. വലിയ ടാലൻറ്റ് പൂൾസ് ഉണ്ട് ഇപ്പം മലയാള സിനിമയിൽ. എപ്പോൾ നോക്കിയാൽ എല്ലാം നല്ല കരുത്ത് തെളിയിച്ച അച്ഛനും പിന്നെ മക്കളാണ് എല്ലാവരും. ഉദാഹരണം പറഞ്ഞാൽ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, കാളിദാസ്, ഇവൻ ഗോകുൽ, മാധവ് അല്ലേ, പിന്നീട് നമ്മുടെ കല്യാണി, പിന്നെ ദുൽഖർ സൽമാൻ, അങ്ങനെ. We can also speak about the other side. സ്വന്തം ടാലൻറ്റ് ആദ്യമേ പ്രൂവ് ചെയ്ത് വന്നവരും ഉണ്ട്. ബേസിലേട്ടനാണെങ്കിലും Baseline started as an AD, right? He is one of the top actors and top directors in Malayalam right now. ഇപ്പോൾ പുതിയ തലമുറ നോക്കാനാണെങ്കിൽ സന്ദീപ് പടക്കണം. ഞാൻ വിളിച്ചായിരുന്നു ആക്ച്വലി, ഐ തിങ്ക് 2 weeks back. I spoke to him. കാര്യം ഞാൻ കണ്ടപ്പോൾ തൊട്ടേ ലൈക്ക് ഫസ്റ്റ് ആ ഒരു ക്യാരക്ടർ ട്രാൻസിഷൻ വരെ I was like, okay. ക്യാരക്ടർ ട്രാൻസിഷൻ കഴിഞ്ഞ് he stole that show. അതും ഷറഫിക്കയുടെയും സുരാജേട്ടൻ്റെയും കൂടെ നിന്നാണ് ചെയ്തത്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്ന് ആ ഷോ സ്റ്റീൽ ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് എൻ ഈസി തിങ്. ഈ ടാലൻറ്റ് പൂൾസിൽ അധികവും താരങ്ങളുടെ മക്കളാണ് എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ ആക്സസ് കിട്ടുന്നത് ഇത് ഒരു ആക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നോൺ നെപ്പോ കിഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന നെപ്പോ കിഡ്സും ഉണ്ട്. ആ നെപ്പോ കിഡ്സിന് ആ ആക്സസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. പക്ഷേ എന്നും പബ്ലിക് കയ്യിൽ അവർ കാണും. ദേ വെയിറ്റിംഗ് ഈ നെപ്പോ കിഡ്സ് ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ, അവരെ അടിച്ചമർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതേസമയത്ത് ഒരു നോൺ നെപ്പോ പ്രോഡക്റ്റ് ആണെങ്കിൽ അവർക്ക് ആ പ്രയാസങ്ങളില്ല, അത് വരത്തില്ല. അവർക്ക് അവസരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ പ്രോത്സാഹനം കാണും. എന്നും ആ സപ്പോർട്ട് നമുക്കത് ഉണ്ടാവില്ല. നമുക്കത് കുറച്ച് കാലത്ത് ആ കയറി വന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായ അവിടെ തീർന്നു. ഞാൻ ഒരു നെപ്പോ കിഡായിട്ട് ഇത് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. സിനിമ എന്നിലോട്ട് വന്നതാണ്. ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റീസ് ബിക്കോസ് ഐ എം സുരേഷ് ഗോപി സൺ. പക്ഷേ ഇറ്റ്സ് സംതിങ് ഐ എം സ്റ്റാർട്ടിങ് ടു ലവ്. പതുക്കെ ഐ ഫീൽ ലൈക്ക് ഐ എം ലേണിംഗ് മോർ ആൻഡ് മോർ എവറി ഡേ. അങ്ങനെ ഹോപ്പ്ഫുള്ളി വൺ ഡേ ഇഫ് ഐ എം ഗുഡ് അറ്റ് ദിസ്, എനിക്ക് തന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് കണ്ടിട്ട് ഒരു നല്ല ആക്ടറായിട്ട് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റേ. ഞാൻ നല്ല ആക്ടർ ആവാനുള്ള കഴിവില്ലെങ്കിൽ ഈ ആൾക്കാരൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പോയി തരും. കാര്യം വേറൊരാൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത്. അച്ഛനെ കുറിച്ച് ആണ് പറഞ്ഞത്. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ദ റിയൽ മദർ എന്നാണ് പലപ്പോഴും മാധവ് പറഞ്ഞല്ലോ. ദ റിയൽ മദർ, എല്ലാ കുട്ടികൾക്കും അവരുടെ അമ്മയാണ് ദ റിയൽ മദർ അല്ലേ? അമ്മ തീർച്ചയായിട്ടും. എല്ലാവരും we all were here mostly because of them. ഇപ്പോൾ obviously it takes a father and a mother for a child to be born. പക്ഷേ ഈ 9 മാസം ഈ കുഞ്ഞിനെ ക്യാരി ചെയ്ത് വേദന അനുഭവിച്ച് ഈ മെഡിക്കൽ പ്രൊസീജിയർ അറിയാവുന്നവർക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ്സ്. ലൈഫ് ത്രെറ്റനിങ് പ്രോസസ്സ് തന്നെയാണ് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുഭവിച്ച് പ്രസവിക്കുന്ന അമ്മമാരോട് എന്തെങ്കിലും സ്നേഹമുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ അമ്മമാരെ പറ്റി ഇങ്ങനെ സംസാരിക്കില്ല. അവർ സ്വന്തമായിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഞാൻ എന്തൊരു ഡാഷ് ആണ്. ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വാക്കുകളുണ്ട്, പക്ഷേ എന്നാലും അമ്മ എങ്ങനെയാണ് മാധവനും നിങ്ങൾക്ക് കുട്ടികൾക്കും പ്രിയപ്പെട്ടതാവുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടതാവും? നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള പാരൻറ്റ് എന്ന് പറയുന്ന അമ്മയാണ്. അച്ഛൻ ഈ വർക്കിനുള്ള സമയത്തും കൂടുതൽ ഷീ സാക്രിഫൈസ്ഡ് ഹെർ കരിയർ. ഷീസ് എ വണ്ടർഫുൾ സിംഗർ. ഷീ സാക്രിഫൈസ്ഡ് ഹെർ കരിയർ ടു ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്. ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഷീ വോണ്ടഡ് ടു ഡു ദാറ്റ്. ദാറ്റ് വാസ് ഹൗ ദെയർ മാരേജ് വർക്ക്ഡ്. അച്ഛൻ്റെ അമ്മയുടെ മാരേജ് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു വർക്ക് ചെയ്തത്. സോ ഷീ നെവർ കംപ്ലൈൻറ്റ് അബൌട്ട് ദാറ്റ്.
എന്നും നമ്മുടെ ഗ്രോത്തിനെ സ്വന്തം കാര്യം സാക്രിഫൈസ് ചെയ്ത് നിന്ന് പലപ്പോഴും ഈ ഒരു കാര്യമുണ്ട്, ഈവൻ ഫ്രം അവർ ക്ലോസസ്റ്റ് ഫാമിലി, എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അച്ഛൻ്റെ മക്കൾ തന്നെ, എന്തെങ്കിലും ഒരു മോശം കാര്യം ഉണ്ടാവട്ടെ, ഗ്രേഡ്സ് ഒന്ന് കുറയട്ടെ, അമ്മ വളർത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ പറയുന്ന കുറേ പൊട്ടന്മാരുടെ വാക്കുകളും എല്ലാം സഹിച്ച് നമുക്കെന്നും ഒരു സപ്പോർട്ടായിട്ടും whenever we went to our lowest ഫസ്റ്റ് അറിയുന്ന അമ്മ, അത് കഴിഞ്ഞ് അച്ഛൻ അറിയത്തുള്ളൂ. റീസെൻ്റ്ലി ഓവർ ദ പാസ്റ്റ് 2 or 3 years I try to communicate with അച്ഛൻ മോർ. ഞാൻ ആ ഒരു എഫേർട്ട് ഇട്ട് പോയി ശ്രമിക്കാറുണ്ട്, ബിക്കോസ് ഐ എം ലൈക്ക് ഓക്കെ, ഹീസ് ഓൾസോ എ പാരൻറ്റ്, ഹീ ഡിസേർവ്സ് ടു നോ അബൌട്ട് അസ് ഫസ്റ്റ് as well. അതും ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ അറിയുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ഇത്ര സ്ട്രെസ് കൊടുക്കുന്നത് എന്താണ്? അമ്മ പറഞ്ഞ വഴി കൂടെ ഒക്കെ പോകാത്തതുകൊണ്ടാണോ അതോ എന്താണ്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എപ്പോഴും ഇപ്പം അച്ഛനും അമ്മയാണെങ്കിൽ തന്നെ ഒരാൾ പറയുന്ന വഴി കൂടെ ആയിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്നത്. സോ വി മേക്ക് മിസ്റ്റേക്സ്, യു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് യു ലേൺ. പബ്ലിക്കായിലാവുമ്പോൾ ആ മിസ്റ്റേക്സ് പലപ്പോഴും ആംപ്ലിഫൈഡ് ആകുമെന്നേ ഉള്ളൂ, പക്ഷേ ഏതൊരു മനുഷ്യരും ചെയ്യുന്ന മിസ്റ്റേക്സ് തന്നെയായിരിക്കും ഞാനായാലും ചെയ്തിട്ടുള്ളൂ. അതെ, എന്നാലും അച്ഛനും അമ്മയ്ക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മോനെ എങ്ങനെ ഈ വഴി കൂടെ പോകണമെന്ന്, മാധവൻ അച്ഛന് ഞാൻ ഒരു IAS അല്ലെങ്കിൽ ഒരു IPS ആവണമെന്നായിരുന്നു. പിന്നെ ദാറ്റ് വാസ് ഹിസ് വിഷ്. സുരേഷിൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹം മകനൊരു പോലീസ് ഓഫീസർ ആവണമെന്നായിരുന്നു. സോ മേ ബി ദാറ്റ് ആ ഒരു ജനറേഷണൽ തിങ്. ബട്ട് എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അത് അച്ഛനും അമ്മയും മാക്സിമം സപ്പോർട്ടും ചെയ്തു. എൻ്റെ സ്വന്തം കുറേ കുറവുകൾ കാരണവും എൻ്റെ ഒരു ഇഞ്ചുറി കാരണവും എനിക്ക് നഷ്ടപ്പെട്ടതാണ്. I couldn't pursue that. Maybe even if I didn't have the injury, I might not have been good enough because I was already late. പക്ഷേ they supported in every way they could. എന്നെ പുറത്ത് വിട്ടതാണെങ്കിലും എല്ലാം 16 വയസ്സിൽ ഞാൻ UK പോയത്. സോ ആ സമയത്ത് എല്ലാം they supported as much as they can. അവരുടെ ആഗ്രഹങ്ങൾ നമ്മളിൽ മറ്റേ അടിച്ചമർത്തി അതിൻ്റെ വഴിക്ക് മാത്രം പോകണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സോ as parents, I feel like they've done a wonderful job. They've done their best. ഫുട്ബോൾ ഇപ്പം പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മാധവ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു എൻ്റെ ഫസ്റ്റ് പോസ്റ്റ് അതാണ്. ആക്ഷൻ ഫുട്ബോളർ ആയിരുന്നു അല്ലേ? ഫുട്ബോളർ ആവണമെന്നായിരുന്നു. ഇന്നും പറ്റിയാൽ I'll probably go for that. If you ask me to choose between football and acting, I'll obviously say football. ആക്സിഡന്റ് എന്താ സംഭവം? Plantar fascia, നമ്മുടെ കാലിൻ്റെ ടോസിൻ്റെ ഏരിയയും നമ്മുടെ ഹീലിൻ്റെ ഏരിയയും കണക്ട് ചെയ്യുന്ന ഒരു ബാൻഡുണ്ട്. സോ മൈൻഡ് കോൺസ്റ്റൻ്റ്ലി കീപ്സ് ഗെറ്റിംഗ് ക്രാംപ്ഡ്. അത് ഒരുപാട് എഫേർട്ട് ഇട്ടാൽ മാറുന്ന മാത്രം ഒരു സാധനമാണ്. എനിക്ക് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഞാൻ എൻ്റെ കുറവുകൾ പറഞ്ഞ അതിലായിരുന്നു. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടില്ല. പലപ്പോഴും ഇത് കാരണം നമുക്ക് മെൻ്റലി കുറച്ച് ഡ്രെയിൻഡ് ആവും. അത് ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഇഞ്ചുറീസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇറ്റ് ഡ്രെയിൻസ് യു അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഗേവ് അപ്പ്. അല്ലായിരുന്നെങ്കിൽ ഒരു ഫുട്ബോളർ ആവേണ്ടതാണ് അല്ലേ? എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഐ വുഡ് ഹവ് ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ പറയുന്നതല്ലേ, അറിയത്തില്ലല്ലോ നമ്മൾ അച്ചീവ് ചെയ്യുമെന്ന്. ബട്ട് ഐ വുഡ് ഹവ് ട്രൈഡ് മൈ ബെസ്റ്റ് എവറി ഡേ. ബട്ട് അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് ട്രോൾസ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യം ഞാൻ 2014 പറഞ്ഞു. 2026 ഇന്ത്യ എന്ന ടീം വേൾഡ് കപ്പ് ജയിച്ച് കൊണ്ടുവരുന്ന ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള ഒരു 14 വയസ്സുകാരൻ്റെ ആഗ്രഹം, എ ഡ്രീം, അതിനെ വരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഐ എം വോക്കൽ അബൌട്ട് മൈ ഡ്രീംസ്. ഐഡ് ലൈക്ക് ടു സീ മൈ കൺട്രി ഇൻ എ ബിഗർ ലൈറ്റ്. അതിനെ ട്രോൾ ചെയ്യുന്നവർക്ക് എനിക്ക് അങ്ങോട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ രാജ്യം നന്നായി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതാണോ നിങ്ങൾ ഈ പ്രകടിപ്പിക്കുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തോടൊപ്പം ഫാമിലിയോടൊപ്പം നരേന്ദ്രമോദിയെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ PM-ൻ്റെ ഓഫീസിൽ പോയൊരു കാര്യം. ആ ഒരു ചിത്രം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു 2015-16 ആണ്, ഓർ മേ ബി റൈറ്റ് ആഫ്റ്റർ ദാറ്റ്. കൃത്യം ഓർമ്മയില്ല. അച്ഛൻ രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ആയപ്പോഴുള്ളതാണ്. നമ്മൾ ഫാമിലിയിൽ എല്ലാവരും പോയി പ്രൈം മിനിസ്റ്ററായിട്ടൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് എനിക്കൊരു അവസരം കിട്ടുന്നത് തൃശ്ശൂർ വന്നായിരുന്നു PM. ആ സമയത്ത് എനിക്ക് ഒന്നും കൂടെ പോയി കാണാൻ പറ്റി. ചേച്ചിയുടെ കല്യാണത്തിന് തൊട്ട് മുന്നേ ആയിരുന്നു തോന്നുന്നു. അതെ, ചേച്ചിയുടെ കല്യാണത്തിന് വന്നപ്പോഴും എനിക്ക് നേരിട്ട് പോയി കാണാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഹിസ് സെക്യൂരിറ്റി വാസ് ദാറ്റ് ടൈറ്റ് ഓവർ ദർ. എങ്ങനെയാണ് അദ്ദേഹം അന്നത്തെ ആ കൂടിക്കാഴ്ചയെ എങ്ങനെയാണ് മാധവന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ പേഴ്സ്പെക്റ്റീവിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അന്ന് മോദിജി എന്ന് പറയുന്ന ഹി വാസ് സ്റ്റാർട്ടിങ് വാട്ട് ഹി വാസ് ഡൂയിങ്. ആ സമയത്തുള്ള ഇന്നത്തെ ഞാൻ ആ വർക്ക് കണ്ടിട്ട് അഡ്മയർ ചെയ്യുന്ന മോദിജി ഒന്നാണ്. അന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സോ ഐം ലൈക്ക് ഓക്കെ, ഐ എം ഹോപ്പ്ഫുൾ. എനിക്ക് ആഗ്രഹമുണ്ട്. ഐ ഹോപ്പ് ഹീ ഈസ് എ ഗുഡ് പ്രൈം മിനിസ്റ്റർ ഫോർ അവർ കൺട്രി. റാഡിക്കലായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ചെയ്യേണ്ടി വന്നു. ദ നോട്ട് ബാൻ, ദ CAA, എവറിത്തിങ്. ഇതിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നതെന്നുള്ള മനസ്സിലാവും. അത് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡഡ് നേച്ചർ നമ്മുടെ ആൾക്കാർ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്ന് ഈ കുറ്റം പറയുന്ന പോലെ പറയത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക്.
the truth behind what's happening, not what the media is presenting, the actual documented truth. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും കുറ്റം പുള്ളിക്കാരനും കിട്ടത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് അൺഫെയർ. അദ്ദേഹത്തിന് അത് കിട്ടേണ്ട ആവശ്യമില്ല. കുറേ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ വേറെ കൺട്രീസിൻ്റെ ഹെഡ് ഒഫീഷ്യൽസ് വരുമ്പോഴത്തേക്കും അവരിരുന്ന് ഇന്ത്യ പറയുന്നത് കേൾക്കുന്നത്. അധികം പടങ്ങളൊന്നും മാധവൻ്റെ പോസ്റ്റുകളിൽ കണ്ടിട്ടില്ല. പക്ഷേ ആദ്യമുള്ള ഒരു പോസ്റ്റ് ടൊവിനോടൊപ്പം പിന്നെ ദുൽഖറിനോടൊപ്പം ഉള്ളതാണ്. അതെ, രണ്ടുപേരോടൊപ്പമാണ് ഞാൻ പടം കണ്ടിട്ടുള്ളത്. ആ ഒരു ജനറേഷൻ എനിക്ക് 2 ഫോട്ടോയും കൂടെ എടുക്കാൻ താല്പര്യമുണ്ട്. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. രാജുവേട്ടൻ ആൻഡ് ഷാനൂഖ്. പക്ഷെ കുറച്ച് അടുപ്പം ദുൽഖറുമായിട്ടാണ് അല്ലേ? കൂടുതൽ അടുപ്പം ആക്ച്വലി ടൊവിച്ചേട്ടനായിട്ട്. എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയതും കുറേ കാലമായിട്ട് ഇപ്പോൾ ചാലൂക്ക ഓബ്വിയസ്ലി നോസ് ദാറ്റ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഒരു മോനുണ്ട് എന്ന് അറിയാം. ടൊവിച്ചേട്ടനായിട്ട് എനിക്ക് നേരിട്ടാണ് പരിചയം. 2015 2016 ഏഷ്യ വിഷൻ്റെ അവാർഡ്സിന് പോയ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ സിനിമ തുടങ്ങിയപ്പോഴൊക്കെ ടൊവിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മീറ്റർ അപ്പുറത്തായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഇരിഞ്ഞാലക്കുട 10 മീറ്റർ അപ്പുറത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്ത് സിനിമയിൽ. ഒരു വീട്ടിൽ അതെ, ഒരു വീട് കൺവേർട്ട് ചെയ്ത് ഓഫീസ് പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്ത്. ആൻഡ് ഇങ്ങനെ ഒരു ഇതും കൊണ്ട് ഞാൻ ടൊവിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി വീണ്ടും ആ ഒരു റീകണക്ട് വന്നു. ആൻഡ് എവർ സിൻസ് എൻ്റെ ഒരു സിനിമ കരിയറിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഒരു ഫ്രീ ഒരു സ്പേസ് വന്നിട്ടുള്ള എനിക്ക് പോയി സംസാരിക്കാൻ അത് ടൊവിച്ചേട്ടനാണ്. രാജുവേട്ടനും അത് ചെയ്തിട്ടുണ്ട് പെർട്ടിക്കുലർ ഇൻസ്റ്റൻസസ്. എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒരു നല്ല ഫീഡ്ബാക്ക് തന്നത് രാജുവേട്ടനായിരുന്നു ഇൻ ടേംസ് ഓഫ് ഹൗ ഐ ഷുഡ് ഫോക്കസ്. ആൻഡ് ഒരു ഓപ്പൺ ആംസോടെ whenever you feel like you need an opinion, feel free to call me എന്ന് പറഞ്ഞിട്ടുള്ള രാജുവേട്ടനാണ്. ചാലൂക്ക is also I have the space to approach him. ഷാനൂക്ക ഫാസ്റ്റിലായിട്ട് ഐ എം നോട്ട് ദാറ്റ് ക്ലോസ്. അങ്ങനെ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. ബട്ട് ഐ ലവ് ടു വൺ ഡേ. ആൻഡ് എനിക്കൊന്ന് ദുൽഖറുമായിട്ട് ഈ പറഞ്ഞ കുടുംബപരമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. പറഞ്ഞതിനൊക്കെ വളരെ ഒരു ആത്മബന്ധമുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലും കൂടി ഒരു സ്നേഹം കുറച്ച് കൂടുതലാണല്ലേ? ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നുമുണ്ട്. പിന്നെ എനിക്ക് ABCD ഒക്കെ കണ്ട സമയത്ത് ഞാനൊരു ദുൽഖർ സൽമാൻ ഫാൻ ആയതാണ്. ആൻഡ് അതർ ദൻ ദാറ്റ് എനിക്ക് എപ്പോഴും ഈ വിമർശനം കിട്ടി അതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് വരുന്നവരോട് ഒരു എക്സ്ട്രാ അഡ്മിറേഷൻ ഉണ്ട്. സെക്കൻഡ് ഷോ ഇറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടുകാർ തന്നെ വളരെയധികം മോശമായിട്ട് പെരുമാറിയ ഒരു നടനായിരുന്നു ദുൽഖർ സൽമാൻ. ദേ ഡിഡ് ഹിം ഡേർട്ടി. ഇപ്പോൾ ബോളിവുഡിൽ നോക്കിയാലും തെലുങ്കിൽ നോക്കിയാലും തമിഴിൽ നോക്കിയാലും പാൻ ഇന്ത്യനിലേക്ക് അത് കന്നഡ നോക്കിയാൽ പാൻ ഇന്ത്യ, സൂൺ പ്രോബ്ലി ഹോളിവുഡ്, യു നെവർ നോ. ദുൽഖർ സൽമാൻ ഇസ് എ സ്റ്റാർ എവറിവെയർ ഹി വെന്റ്. ആൻഡ് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ. അത് ഇതിരുന്ന് പറയുന്ന എനിക്ക് തന്നെ കുറച്ച് ഗൂസ് ബംസ് വരും അത് പറയുമ്പോഴത്തേക്കും. ഡാം ഹി ഡിഡ് ദാറ്റ്. ആ ഒരു അഡ്മിറേഷൻ എന്നും ചാലുവിക്കുന്നുണ്ട്. പക്ഷേ ഫാമിലിയിൽ ഞാൻ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സുലുവാൻറ്റി ആയിട്ട് വിളിക്കാറുണ്ടോ? ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. 3 താരങ്ങളും സൂപ്പർ താരം, അത് മലയാളത്തിന് മാത്രമാണ് ആ പ്രത്യേകത. ഉണ്ടെങ്കിലും അവർ തമ്മിലൊരു കണക്ഷൻ ഇപ്പോഴും ഭയങ്കരമാണ്. ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലെടുക്കുന്ന ഒരു ഡിസിഷനും അവരെടുക്കുന്ന ഒരു പ്രാർത്ഥനകളും ഒക്കെ നമ്മൾക്ക് കൊതി വരും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ഒന്നിച്ചുണ്ട്. ഞാൻ പറഞ്ഞ കരിയറിൽ ഇവർ 3 പേരും എയിം ചെയ്യുന്ന നമ്പർ 1 ആവാൻ അല്ലേ? ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അങ്ങനെ ആവണം. അങ്ങനെ ആയില്ലെങ്കിലാണ് പ്രശ്നം. കരിയറിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോകുമ്പോൾ വഴക്കുകൾ ഉണ്ടാവുന്നതും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നതും സ്വാഭാവികം. ബിക്കോസ് യു ഹാവ് 3 people going to be number 1 or trying to be number 1. ഇൻ ടേംസ് ഓഫ് പേഴ്സണൽ ലൈഫ് എന്നെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ ദ്രോഹിക്കാനോ ഇവരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ ഒന്നും ദ്രോഹിക്കാനായിട്ട് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ആ ഒരു ബോധമുണ്ട് അവർക്ക്. വർക്ക് ഇസ് വർക്ക്, ഫാമിലി ലൈഫ് ഇസ് ഫാമിലി ലൈഫ്. അങ്ങനെ വരുമ്പോൾ അവരെന്നും ഒരു പ്രശ്നം ഉണ്ടായ കൂടെ തന്നെ ഒന്നിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരെയും അങ്ങോട്ട് കുഴിച്ചിടാൻ നോക്കുന്നതായിട്ട് അല്ല. ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഇവർക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ളത് അച്ഛൻ തന്നെയാണ്. ഐ ഹവ് സീൻ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഇൻട്രാക്ഷൻ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വിമർശനം ഉണ്ടായാൽ ഫസ്റ്റ് പോയിട്ട് പറയാനുള്ളത് കാണിച്ചിട്ടുള്ള അച്ഛൻ തന്നെ. പ്രോമിസ് ചെയ്യാവുന്ന ഏതെങ്കിലും പ്രൊജക്റ്റുകളുടെ ഭാഗമാകുന്നുണ്ട്? ഐ ഹാവ് മൈ ഹോപ്സ് അപ്പ് ഫോർ അംഗമട്ടഹാസൻ. ഫിംഗേഴ്സ് ക്രോസ്ഡ് ഇറ്റ് ഡസ് വെൽ. വല ഇത്രയും വലിയ സ്കെയിലിൽ ഞാനല്ല അതിൽ മെയിൻ. ഇത്രയും വലിയ സ്കെയിലിൽ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. ആൻഡ് അപ്കമിങ് പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? 2-3 എണ്ണം വെർബലി അഗ്രി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് അബൌട്ട് 4 projects that are verbally agreed. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈഡ് ചെയ്യുമ്പോഴേ അനൗൺസ് ചെയ്യത്തുള്ളൂ. അതിന് ടൈമുണ്ട്. എന്നാലും വലിയ താരനിരക്കാരൊക്കെ ഉണ്ടാവും അതിനകത്ത്. വിൽ കീപ് ദാറ്റ് ആസ് എ സർപ്രൈസ്. മേ ബി ഒരു 6 മാസം കഴിഞ്ഞിരിക്കുമ്പോൾ ഈ കോൺവെർസേഷൻ സുരേഷ് അങ്കിൾ ഓർത്തെടുത്ത അന്ന് മനസ്സിലാവും എന്തുകൊണ്ട് ഇന്ന് ഞാൻ പറയാത്തത്. വർക്കിംഗ് ഓൺ സംതിങ്. തീർച്ചയായിട്ടും നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നടക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ സിനിമകളുടെ ഭാഗമാകാൻ. ഇത് മാത്രമല്ല, അതങ്ങൾ കരിയർ തുടരാൻ. ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഓരോ ആൾക്കാർക്കും ഇവിടെ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കാനൊക്കെയുള്ള അവസരങ്ങൾ
മാധവന് ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു സുരേഷ്.